ഞാൻ ജന്മം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണ് എങ്കിലും എല്ലാ മതവിഭാഗക്കാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഏത് പാർട്ടിയിൽ ചേരണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണല്ലോ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇവർക്കെല്ലാം ഉള്ള അവകാശം കഴിഞ്ഞിട്ടേ നമുക്ക് അവകാശമുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അത് കാരണം അവയെ ഒന്നും ഒഴിവാക്കിക്കൊണ്ട് ഒന്നും അവിടെ വേണ്ട. അവരുമൊക്കെ ഭൂമിയുടെ അവകാശികളാണല്ലോ. അപ്പോൾ അവർക്കുള്ള പാർക്കാനുള്ളതും നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണം, അല്ലേ അവരെങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു പ്രസ്ഥാനത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാമെന്ന് തന്നെ തീരുമാനമെടുക്കുന്നത്. പിന്നെ പഴമയെ പണ്ട് തൊട്ട് ഇഷ്ടമായിരുന്നതുകൊണ്ട് അവയിൽ പലതിനെ സംരക്ഷിച്ചു പോരുന്നു. സ്വദേശത്തും വിദേശത്തുമായിട്ട് സ്വരുക്കൂട്ടിയ ധാരാളം സാധനങ്ങളെ സൂക്ഷിക്കുന്നു. US നിന്നും ധാരാളം സാധനങ്ങൾ വർഷങ്ങളായിട്ട് കളക്ട് ചെയ്താണ് പലയിടത്ത്. അതിനെല്ലാം ഒരു കണ്ടെയ്നറിലാണ് അവിടെ കൊണ്ടുവരുന്നത്. പിന്നീട് ഫ്ലോറിഡയിൽ അടുത്തിടെ യശശരീരനായ പ്രിയപ്പെട്ട തൈക്കൂട്ടത്തിലച്ഛൻ്റെ ഭവനം അദ്ദേഹം ഇഷ്ടത്തോടെ തന്നതാണ്. കല്ലിശ്ശേരിയിൽ നിന്ന് അതിനെ പൊളിച്ചുകൊണ്ട് വന്ന് ആ അറയുന്നര ഉണ്ടായിരുന്ന വീട് അതിൻ്റെ പ്രധാന ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് അവിടെ ഇപ്പം സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ തെങ്കാശിയിൽ നിന്ന് കാളവണ്ടി, പിന്നെ ഒറ്റത്തടിയിലുള്ള ചുരുളം വള്ളം, ഇങ്ങനെ അതെല്ലാം ഇവയൊക്കെ ഇതിൽപ്പെടുന്നു. പിന്നെ കല്ല്, തടി തുടങ്ങിയ പഴയ കാലങ്ങളുള്ള വീട്ടു സാധനങ്ങൾ, ചക്രങ്ങൾ, അങ്ങനെ പഴമ എല്ലാം കൂടെ പേരെടുത്ത് പറയാൻ എനിക്കറിയത്തില്ല, ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ പലതിനെയും അവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്.